ഒരു പ്രശ്നം ഉണ്ടായതോടുകൂടി മെസ്സി ആരാണെന്ന് പോലും ഇപ്പൊ പിണറായി വിജയൻ അറിയാത്ത അവസ്ഥയാണ്. ഞാൻ ആരെയും കണ്ടിട്ടില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, ഇത് മാത്രം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? പുഴുത്തു നാറിയ മെഴുകല് കേട്ട് മൈക്ക് വരെ അടിച്ചുപോയി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഏതായാലും ഭാഗ്യത്തിന് മൈക്കിന്റെ പെടലി പിടിച്ചോടിച്ചില്ല. കേസെടുക്കാനും സാഹചര്യം ഇല്ലല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മൈക്ക് മൂന്ന് മൂളുന്ന എന്താണെന്ന് മനസ്സിലായില്ലേ മുൻരായാവേ? ഒരു മൂലയ്ക്ക് പോയി ഇരിക്കാറായില്ലേ എന്നാ ചോദിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, മൈക്കുമായിട്ടുള്ള ഗുസ്തിയുടെ പേരിൽ ഈ പഹയൻ ഗിന്നസ് ബുക്കിൽ കയറാനൊക്കെ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ മെസ്സിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ സഖാവേ? വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു, വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു ആര്? നാട്. പാവം പിണറായി വിജയൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. വരുന്നതിനെ സ്വാഗതം ചെയ്തിരുന്നു ആര്? സർക്കാർ. 126 കോടി എന്നൊരു തുക എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ വിജയ സഖാവേ? അങ്ങനെ ഒരു കാശോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മെസ്സി വരും വരും എന്ന് താങ്കളും അന്ന് നല്ല രീതിയിൽ തള്ളിയായിരുന്നല്ലോ. ഇപ്പൊ അത് നാട്ടുകാരുടെ നെഞ്ചത്തായോ? വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. ആഗോള അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പന്റെ പടത്തിനേക്കാളും വലുതായിട്ട് നിന്നത് പിണറായി വിജയന്റെ മോന്ത. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മെസ്സി എങ്ങാനും വന്നിരുന്നെങ്കിൽ, വരുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മെസ്സിയുടെ തലയേക്കാൾ വലിപ്പത്തിൽ പിണറായി വിജയന്റെ തല എടുത്തു നിന്നേനെ. തലയെടുപ്പൊക്കെ ഇപ്പൊ പോയി, ഇനി തല എടുപ്പ് നടക്കാതിരുന്നാ മതി. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിന് അവരോട് വരാമോ എന്ന് ചോദിച്ച കാര്യം പോലും അവരറിഞ്ഞിട്ടില്ലല്ലോ സഖാവേ. മെസ്സിക്ക് മെസ്സിയുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വരാൻ പറ്റിയില്ല എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിക്ക് ആകെ അറിയാൻ സാധിച്ചത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. അന്നത്തെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളെ ആരെ ബാധിച്ചാലും ബാധിച്ചില്ലെങ്കിലും കൊള്ളാം, പൊതുജനങ്ങളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. 126 കോടി എവിടെ പോയി സഖാവേ? വല്ലവരുടെയും കക്ക വല്ലവരും പറയുന്ന കേൾക്കാൻ പാടില്ല. ഞങ്ങളെ അധികം ബാധിക്കില്ല. അല്ല, നിങ്ങളെ എന്തെങ്കിലും ഇതുവരെ ബാധിച്ചിട്ടുണ്ടോ? നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കാറില്ലല്ലോ. അന്നും ബാധിച്ചിട്ടില്ല, ഇപ്പോഴും ബാധിക്കാറില്ലല്ലോ. മോളെ ബാധിക്കുന്ന കാര്യം മാത്രമേ അച്ഛനെ ആകെ ബാധിക്കൂ, അല്ലേ? അതല്ലെന്ന്, 10 കൊല്ലം കൊണ്ട് കേരളത്തിന്റെ ഏതൊക്കെ മുക്കും മൂലയും കൊള്ളയടിക്കാമോ അതൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും പഞ്ചറായ ഡയലോഗുകളും അടിച്ചുകൊണ്ട് നടക്കാൻ ഒരു ഉളുപ്പില്ലല്ലോ എന്നാണ്. ഞങ്ങളെ ഏശില്ല, മടിയിൽ കനമില്ല, മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല, പയ്യെ തിന്നാൽ എല്ലും തിന്നാം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഭയങ്കരം തന്നെ കേട്ടോ. ഇത്രയും കോടികൾ ചെലവാക്കി നടത്താനിരുന്ന ഒരു പരിപാടി മരമുറി കേസിലെ പ്രതിയെ ഏൽപ്പിച്ചതിന്റെ കാര്യം എന്താ? നിങ്ങൾ തമ്മിൽ എന്തുവാ ഇടപാട്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കൈകൾ ഡെറ്റോളും മുക്കി ഉണക്കി എടുത്തിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നല്ലോ മോളുടെ കേസ് വന്നപ്പോൾ പ്രസംഗിച്ചത്. എന്നിട്ട് അവസാനം എന്തായി? കർത്താവായ തുറന്നപ്പോൾ മോളുടെ അച്ഛൻ പെട്ടില്ലേ? ഇതും ഏകദേശം അതുപോലെയൊക്കെ തന്നെ വരും എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്.